പാലക്കാട്ടുകാരനായിട്ടുള്ള ആള് അദ്ദേഹത്തിൻ്റെ മഹിമ ലോകം അംഗീകരിക്കുന്നു. തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയായി ഒ രാജഗോപാലിന്റെ വാക്കുകൾ. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് BJP തിരുവനന്തപുരത്ത്. കേരളത്തിൽ BJP ഏറ്റവും പ്രധാനമായി കാണുകയും ദേശീയ നേതൃത്വം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഒ രാജഗോപാൽ എതിരാളിയുടെ സ്വാധീനത്തെക്കുറിച്ച് വാചാലനായത്. പ്രസ്താവനയിൽ തിരുത്തലുകളും വിശദീകരണവും വന്നെങ്കിലും കോൺഗ്രസിന് അത് ഊർജമായി. രാജഗോപാൽജിയുടെ പ്രായത്തിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു രാഷ്ട്രീയ ആവശ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് എൻ്റെ എന്നോ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ നിന്നോ BJPയുടെ കയ്യിൽ നിന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു സന്യാസി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ശശി തരൂർ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ജനപ്രതിനിധിയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ യാഥാർത്ഥ്യം BJPയുടെ സമുന്നതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് സന്തോഷം. പ്രസ്താവനയിൽ കടുത്ത അമർഷമുണ്ടെങ്കിലും BJP സംസ്ഥാന ഘടകം രാജഗോപാലിനെ തള്ളിപ്പറയില്ല. അദ്ദേഹം വിശദീകരിച്ചതോടെ പ്രശ്നം അവസാനിച്ചു എന്ന നിലപാടിൽ മുന്നോട്ടു പോകും. ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്നാണ് നേതാക്കളിലെ ധാരണ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.